അപ്പോൾ ഇന്നത്തെ ലഞ്ചിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഡ്യൂട്ടി ജോയിൻ ചെയ്തു. ഇന്നലെ ഡ്യൂട്ടി ജോയിൻ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയും കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ലഞ്ചിന്റെ കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് പപ്പടമാണ്. വേറെ എന്ന് വെച്ചാൽ 12 മണി ആയപ്പോഴാണ് ഇന്ന് അടുക്കളയിൽ കയറാൻ സാധിച്ചത്. അപ്പോൾ അത്രയും നേരം എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ടിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എഡിറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസ് വെച്ചിട്ടുണ്ട് നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ വീഡിയോസും കുറച്ച് വിശേഷങ്ങളും പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇന്നലെ ഡ്യൂട്ടി ജോയിൻ ചെയ്തു. ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഡ്യൂട്ടി ആയിരുന്നു. ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇവിടുത്തെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 5:15 ആകുമ്പോഴത്തേന് ഞാൻ വീട്ടിൽ നിന്ന് പോവും. ഇവിടുന്ന് ബോട്ട് പിടിച്ചിട്ട് അവിടുന്ന് ഓട്ടോയിലാണ് പോകുന്നത്. പിന്നെന്താണ്, അപ്പോൾ നമുക്ക് ലഞ്ച് സെർവ് ചെയ്യാം. എന്നിട്ട് ഓരോരോ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചോറാണ് കേട്ടോ. ചൂട് പറക്കുന്നുണ്ട് ചോറിന്. ചോറിട്ടു. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതാണ്. ചോറിൻ്റെ നടുക്കോട്ട് വെക്കാം കേട്ടോ. പിന്നെ സാലഡുണ്ട്. ഇത് ബീട്രൂട്ടാണ്. എന്നും എൻ്റെ ഡയറ്റിലുണ്ടായിരിക്കും. വീഡിയോസൊക്കെ എന്നും കാണുന്നവർക്കറിയാം. കാരണം എന്നും ബീട്രൂട്ട് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എന്നും എൻ്റെ ഡയറ്റിൽ ബീട്രൂട്ട് ഉണ്ടായിരിക്കും. പിന്നെ എന്നത്തെയും പോലെ 12 മണിക്ക് പിന്നെ അടുക്കളയിൽ കയറിയ പിന്നെ എന്തൊക്കെ ഉണ്ടാക്കാനാ? ഇതെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഐറ്റംസ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി. ഇപ്പോൾ സമയം 1:20 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 12 മണിക്ക് അടുക്കളയിൽ കയറി 1:20 ആയപ്പോൾ ഇതെല്ലാം റെഡിയായി. ഇതിൻ്റെ സൈഡിലോട്ട് വെക്കട്ടെ. ഞാൻ സൈഡിലോട്ട് വെച്ചു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെന്താ, പിന്നെ അടുത്തതായിട്ട് പപ്പടമാണ്. പപ്പടം 2 പപ്പടം ഞാൻ എടുക്കും കേട്ടോ. എനിക്ക് പപ്പടവും ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം വെച്ചു. പിന്നെ ഈ സാലഡ് എന്ന് പറയുന്ന സംഭവം അതും എനിക്ക് മാത്രമുള്ളതാണ് കേട്ടോ. അപ്പം ഞാനത് കുറച്ച് കൂടുതൽ കഴിക്കും. നല്ല മഴയുണ്ട് പുറത്ത്. അപ്പോൾ ഡ്യൂട്ടിക്കും പോകണം. മഴയുമാണ്. പിന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മഴ തുടങ്ങിയാൽ പിന്നെ തീരൂല. നാട്ടിലും അതേ അവസ്ഥയാണെന്നറിയാം. കൂടാതെ കാറ്റ്. കൂടുതലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബോട്ട് മാർഗമാണ്. അപ്പോൾ ബോട്ട് മാർഗത്തിൽ അങ്ങനെ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ബോട്ട് പ്രശ്നമാണ്. കാരണം മഴയല്ലേ. മഴയത്ത് എങ്ങനെയാ പോകുന്നതും വരുന്നതും ഒക്കെ ഭയങ്കര പാടാന്നേ. പക്ഷേ ജീവിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഒരു ശല്യവും ഇല്ല ആരുടെയും. എന്താ നമ്മൾ പറയുക, ഇല്ല. സ്വന്തം കാര്യം നോക്കുക, വരിക, ജീവിക്കുക, ഇത്രയേ ഉള്ളൂ. നല്ലൊരു പ്ലേസ് തന്നെയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ. നിങ്ങളൊക്കെ കഴിച്ചോ? അപ്പോൾ ആദ്യം പപ്പടം തുടങ്ങാം അല്ലേ. പപ്പടം എന്ന് വെച്ചാൽ അതും എൻ്റെ വീക്ക്നെസ്സാണ്. കാരണം എന്ന് വെച്ചാൽ ചെറിയ ടൈമിലൊക്കെ നമ്മൾ പപ്പടമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേനേ വീട്ടിൽ ഡബ്ബ കാലിയാവും. കാരണം ഞാൻ ടേസ്റ്റ് ചെയ്യുവാണേ. കൊള്ളാം. നല്ല നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഭക്ഷണങ്ങളാണ് കേട്ടോ പപ്പടവും മുട്ടയും. താങ്ക് യു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.